സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 3200 രൂപ വീതമാണ് ലഭിക്കുക. നിലവിൽ 1 ഗഡു തുക വിതരണത്തിലാണെന്നും വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4800 രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിൽ എത്തുകയെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, വലിയ തരത്തിലുള്ള പ്രചാരണം ക്ഷേമ പെൻഷൻ മുടക്കിയിരിക്കുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്ന തരത്തിലേക്ക് വല്ലാത്ത പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ വേണം സുപ്രീം കോടതിയിൽ നിന്നടക്കം 13,600 കോടി കടമെടുക്കാൻ കേന്ദ്രം നിർബന്ധിതമായ സാഹചര്യം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയാണ്. വിഷുവിന് മുമ്പ് 4800 കോടി രൂപ 62 ലക്ഷം പേരുടെ കൈകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായും ഏതായാലും സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി വിഷുവിന് മുൻപായി വിതരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. 3200 രൂപ വീതമായിരിക്കും ഈ 2 ഗഡുവിൽ ലഭിക്കുക. നിലവിൽ ഏതായാലും ഇന്ന് രാവിലെ മുതൽ 1 ഗഡു തുകയുടെ നേരത്തെ അനുവദിച്ച തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു. അപ്പോൾ വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് ഇതോടെ 3 ഗഡു തുകയായിരിക്കും, അതായത് 4800 രൂപ വീതമായിരിക്കും ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തുക. പതിവ് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലുമായിരിക്കും പെൻഷൻ എത്തിക്കുക. നിലവിൽ 62 ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ധനമന്ത്രി അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഇതിനുശേഷം ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണം നടപടികൾ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടിയാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷീജ, ഇപ്പോൾ തന്നെ ഈ കുടിശ്ശിക വന്ന ഗഡു ഏറെക്കുറെ പൂർത്തിയാകുകയാണ്. അത് കൊടുത്തു തീർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി വരികയാണ് ഇപ്പോൾ. തീർച്ചയായും ഇപ്പോൾ 1 ഗഡു തുക ഇന്ന് രാവിലെ മുതൽ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെയാണ് 2 ഗഡു തുക കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഗഡു തുകയുടെ വിതരണം കൂടി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ആകെ 3 ഗഡു കുടിശ്ശിക ഉണ്ടായിരുന്ന 3 ഗഡുവിന്റെയും വിതരണം സംസ്ഥാനത്ത് വിഷുവിന് മുൻപായി പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതോടുകൂടി കുടിശ്ശികയുള്ള തുകയുടെ വിതരണം പൂർത്തിയാവുകയും തൊട്ടടുത്ത മാസം മുതൽ, മെയ് മാസം മുതൽ കൃത്യമായ രീതിയിൽ അതാത് മാസത്തെ പെൻഷൻ നൽകുന്നതിലേക്ക് സംസ്ഥാന സർക്കാരിന് എത്താനും സാധിക്കും. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വിഷുവിന് മുമ്പ് 62 ലക്ഷം പേരുടെ കൈകളിലേക്ക് 4800 രൂപ വീതം പെൻഷൻ എത്തുകയാണ്. അടുത്ത മാസം മുതൽ, അതായത് മെയ് മാസം മുതൽ എല്ലാവർക്കും അതാത് മാസം തന്നെ പെൻഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ച വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.